അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില ചോദ്യങ്ങൾ വന്നതുണ്ട്. അവ ചിലത് പരാമർശിക്കാമെന്ന് വിചാരിക്കുക. ഒന്ന്, ഏകത്വത്തിന്റെ ഈ രണ്ട് തെളിവുകളും ബാലിശവും ഏത് ദൈവത്തിനും എടുത്തു പ്രയോഗിക്കാവുന്നതുമല്ലേ എന്നാണ് ഒരു ചോദ്യം. രണ്ട് തെളിവുകളാണ് ഞാൻ സൂറത്തുൽ അംബിയാന്റെ ഈ ആദ്യ ഭാഗം ചർച്ച ചെയ്യുമ്പോൾ ഖുർആൻ ചൂണ്ടിക്കാണിച്ചതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായത്. അള്ളാഹുവിന്റെ ഏകത്വത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ. രണ്ടാമത്തത്, സകല വേദങ്ങളിലും ഏകനായ റബ്ബിന്റെ കാര്യം അല്ലാതെ അവനോടൊപ്പം വേറെ ഏതെങ്കിലും ദൈവമുണ്ട് എന്നതിന് തെളിവായിട്ട് ഒന്നും കാണാൻ കഴിയുകയില്ല. ഖുർആൻ മാത്രമല്ല, പൂർവ്വവേദങ്ങളിലും അങ്ങനെ മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനോടൊപ്പം വേറെ ഏതെങ്കിലും ദൈവമുണ്ട്, ദിവ്യത്വമുള്ളവരുണ്ട് എന്നതിനുള്ള ഒരു തെളിവും അതിലൊന്നും കാണാൻ സാധ്യമല്ല എന്നതാണ് രണ്ടാമത്തെ തെളിവ്. ഈ രണ്ട് തെളിവുകളും ബാലിശമാണ്, ഏത് ദൈവത്തിനും എടുത്തു പ്രയോഗിക്കാൻ കഴിയുന്നതാണ് എന്നതാണ് ഇവിടെ ചോദ്യം ഉന്നയിച്ച ആള് പറയുന്നത്. ബാലിശമാണ് എന്നത് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം മാത്രമാണ്. എല്ലാവർക്കും ആ അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും ബുദ്ധിയുള്ള ആളുകളും സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് അവരാരും അതിനെ ബാലിശമായിട്ട് കാണുകയില്ല. കാരണം അത്രയും പ്രൗഢമായ ആർഗ്യുമെന്റ്സ് ആണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഏത് ദൈവത്തിനും എടുത്തു പ്രയോഗിക്കാവുന്നതല്ലേ എന്നതാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം. ഏത് ദൈവത്തിനും എടുത്തു പ്രയോഗിക്കാൻ ഏതെങ്കിലും ദൈവവും ഉണ്ടായിട്ട് വേണ്ടേ? ഒരു ദൈവവും ഇല്ല എന്നതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇന്ന് വരെ ഈ രണ്ട് തെളിവുകൾ മുൻനിർത്തിക്കൊണ്ട് ഒരു ദൈവവും സംസാരിച്ചിട്ടില്ല എന്ന ചരിത്ര വസ്തുത നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവ്യത്വമുള്ള ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം തെളിവുകളുമായിട്ട് അവര് രംഗത്ത് വരുമായിരുന്നു. പക്ഷെ ഒരു ദൈവവും മനുഷ്യരാരെങ്കിലും അവരുടെ ബുദ്ധിപരമായ വൈകൃതങ്ങൾ കാരണമായിട്ട് ഏതെങ്കിലും പ്രതിഭാസങ്ങളെ ദൈവമായി കാണുകയും അത്തരം വ്യാജ ദൈവങ്ങളെ അവർ പൂജിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു വ്യാജ ദൈവവും ഇങ്ങനെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഭൂമുഖത്ത് നാളിതുവരെ വന്നിട്ടില്ല എന്നത് തന്നെ അങ്ങനെയുള്ള ദൈവങ്ങളില്ല എന്നതിനുള്ള തെളിവാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവപുത്രൻ എന്ന് അവകാശപ്പെടുന്ന യേശുവിന്റെ സ്വാധീനത്തിൽ നിന്നും ജനങ്ങളെ അകറ്റി അവരെ സ്വന്തം അണിയിൽ ചേർക്കാൻ വേണ്ടിയാകില്ലേ യഹോവയുടെ അപരനാമമായ അള്ളാഹുവിന് പുത്രനോ എന്ന ചോദ്യം തന്ത്രപൂർവം ഇസ്ലാം ഉയർത്തുന്നത് എന്നാണ്. തന്ത്രപൂർവം ഇത് ഉയർത്തുന്നത് ഒരു സത്യം പറയാൻ വേണ്ടിയാണ്. ആ സത്യം ദൈവത്തിന് പുത്രനില്ല എന്നതാണ്. ദൈവത്തിന് പുത്രനുണ്ട് എന്നത് ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ മനുഷ്യന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയായിട്ട് നാളിതുവരെ ആരും തെളിയിച്ചിട്ടില്ല, ആർക്കും ബോധ്യപ്പെട്ടിട്ടുമില്ല. അത് വ്യാജമായി മനുഷ്യൻ കൽപ്പിതമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശയം മാത്രമാണ്. അപ്പോ ജനങ്ങളെ ആ ആശയത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഖുർആൻ ഈ ആശയങ്ങൾ ദൈവത്തിന് പുത്രനോ എന്ന കാര്യം ചോദിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അബദ്ധത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങളെ അത്തരം അബദ്ധങ്ങളിൽ നിന്ന് സൽപന്താവിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് ഖുർആന്റെ ലക്ഷ്യമാണ്. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോ യേശുവിനെ ആണെങ്കിൽ, ഉസൈറിനെ ആണെങ്കിൽ, അതുപോലെ മറ്റാരെയെങ്കിലും ആണെങ്കിലും ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പരിചയപ്പെടുത്തി അവരുടെ ആയുഷ്കാലം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഫലശൂന്യമായ വ്യർത്ഥമായ ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല, ആകാശഭൂമികൾ തകർന്ന് താറുമാറായി പോകാൻ പോലും കാരണമാവുന്ന അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അത്തരം അബദ്ധ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ ഹക്കിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു ഇത്തരം കാര്യങ്ങൾ ഇവിടെ വിശുദ്ധ ഖുർആനിൽ ചർച്ചയിൽ കൊണ്ടുവരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അതില് ഒളിച്ചു കടത്തായിട്ട് യാതൊന്നുമില്ല. അതില് രഹസ്യമായ എന്തെങ്കിലും തന്ത്രങ്ങൾ പ്രയോഗിക്കുക എന്നതൊന്നുമില്ല. അത് വളരെ പകൽ വെളിച്ചം പോലെ പ്ലെയിനായ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു ചോദ്യം, അള്ളാഹു ശുപാർശ സ്വീകരിക്കും എന്ന ഒരു പുതിയ കാര്യമല്ലേ? സാമാന്യ വിശ്വാസത്തിന്
വിരുദ്ധമായി ഇവിടെ കാണുന്നത് എന്നതാണ്. ഷഫായത്തിനെ കുറിച്ചാണ് ചോദ്യം. അള്ളാഹുവിന്റെ പ്രവാചകന്മാര്, അതുപോലെ സ്വാലിഹുകളായ ആളുകള്, അവർക്കുപരിയായിട്ട് മാലാഖമാര് ഒക്കെ തന്നെ ചിലർക്കൊക്കെ വേണ്ടി ശുപാർശക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശ്രമിക്കും എന്ന കാര്യം, അങ്ങനെ ഒരു സാധ്യത ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ അനുമതി ലഭിക്കുന്ന, അള്ളാഹു ഏതെങ്കിലും വിധത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം കാണിക്കാൻ സാധ്യതയുള്ള, അതിന് അർഹതയുള്ള ആളുകളുടെ കാര്യത്തിൽ മാത്രമേ മാലാഖന്മാരായാലും പ്രവാചകന്മാരായാലും സ്വാലിഹുകളായാലും ശുഹദാകളായാലും അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ അനുമതി ലഭിക്കുന്നവരാവുകയുള്ളൂ. അത് അള്ളാഹു ഏതൊരാളാണോ അതിന് അർഹതയുള്ളത് അവർക്കേ അനുമതി നൽകുകയുള്ളൂ. അത്തരം അർഹതയുള്ളവർക്കും വേണ്ടി മാത്രമേ ഇവർക്ക് ശുപാർശ ചെയ്യാനുള്ള സാധ്യതയും ഉള്ളൂ എന്നാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഈ ശുപാർശ തന്നെ വേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില് അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ആഗ്രഹിക്കാത്തവരായിട്ട് എന്റെ തലമുറയിൽ ഒരാളെയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, എന്നിട്ടാണോ നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിൽ സംശയം രേഖപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒരുപാട് പരിമിതികളും പോരായികകളും ഒക്കെയുള്ള ആളുകളാണ്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുള്ളവരാണ്. അള്ളാഹുവിന്റെ കാരുണ്യമാണ് ശഫാഅത്തിലൂടെ അള്ളാഹു നമുക്ക് അനുവദിക്കുന്നത് എന്നതാണ് സാധ്യത. പക്ഷെ അള്ളാഹു കാരുണ്യവാനായതുകൊണ്ട്, കരുണാവാരിധിയായതുകൊണ്ട് ശഫാഅത്തിനുള്ള അർഹതയുള്ള ഒരാളെയും അവൻ ശഫാഅത്ത് ലഭിക്കാതെ വിട്ടുകളയുകയില്ല. ശഫാഅത്ത് എന്നത് ആരുടെയെങ്കിലും വിജയത്തിന്, ജീവിത ലക്ഷ്യം പ്രാപിക്കുന്നതിന് ഒരു അനിവാര്യതയായിട്ട് അള്ളാഹു മുന്നോട്ട് വയ്ക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു മനുഷ്യർക്ക് ആവശ്യമായ, അവരുടെ മനഃശാസ്ത്രപരമായി അവർക്ക് പരസ്പരം പ്രതിബദ്ധതയുള്ളവരായി നിലകൊള്ളുന്നതിന് ഒക്കെ ഉപകരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോ വാപ്പായോട് ഉമ്മായോട് നമുക്ക് ഇഷ്ടമുണ്ടാവുന്നത്, മക്കളോട് സ്നേഹം ഉണ്ടാകുന്നത്, ഇതൊക്കെ തന്നെ ചില ബന്ധങ്ങളുടെ ഊട്ടിയുറപ്പിക്കലാണ്. അതുപോലെ മനുഷ്യകുലത്തിന്റെ വഴികാട്ടിയായി വന്ന പ്രവാചകൻ നമ്മുടെ ഷാഫി ആയി മാറുന്നു എന്നത് നമുക്ക് ആ പ്രവാചകനുമായുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിന് ആവശ്യമായ ഒരു കാര്യമാണ്. മനുഷ്യർക്ക് വേണ്ടി നിരന്തരം പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലക്കുകൾ നമ്മളുടെ ശഫാഅത്ത്, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നു എന്നത് നമുക്ക് മാലാഖമാരോട് ആദരവുള്ളവരായി നമ്മൾ നിലകൊള്ളുന്നതിന്, അവരുടെ പ്രയത്നങ്ങളെ അവരോട് ആദരവ് കാണിച്ചുകൊണ്ട് തന്നെ അംഗീകരിക്കുന്നവരായി മാറുന്നതിനൊക്കെ ആവശ്യമായ കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ. അതിന്റെ യാഥാർത്ഥ്യത്തിനെ നമ്മൾ ഒരു കാരണവശാലും തള്ളിക്കളയേണ്ടതില്ല. അതില് നമുക്ക് തന്നെ അതിന്റെ മനഃശാസ്ത്രപരമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് നമുക്ക് തന്നെ ഗുണപരമായ ഫലങ്ങൾ ഉളവാക്കുന്നതുമാണ് എന്നതാണ് വസ്തുത. അപ്പോ അതിൽ ഒരു പുതിയ കാര്യമല്ലേ എന്നത് ചൂണ്ടിക്കാണിച്ചത് പുതിയ കാര്യമല്ല. ഖുർആനിൽ തന്നെ 1500ഓളം വർഷങ്ങളായിട്ടുണ്ടല്ലോ. അതുപോലെ പൂർവിക വേദങ്ങളിലും അക്കാര്യം ആ തലത്തില് ആ നിലക്ക് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവണം. കാരണം ഇതൊരു പെരണിയൽ ട്രൂത്ത് ആണ് ഈ ഷഫാഅത്ത് എന്ന് പറയുന്നത്. പക്ഷെ അർഹരല്ലാത്ത ഒരാൾക്കും ഒരാളും തന്നെ ഷഫാഅത്ത് ചെയ്യാൻ മുതിരുകയില്ല. അള്ളാഹു അവർക്ക് അനുമതി നൽകുകയുമില്ല. മറ്റു ചോദ്യം, ആകാശവും ഭൂമിയും എങ്ങനെയാണ് ഒട്ടുന്നത് എന്നാണ് ചോദ്യം. ആകാശവും ഭൂമിയും എങ്ങനെയാണ് ഒട്ടുന്നത്? അത് അന്നസമാവാത്തി വല്ലർൽ കാനത്ത റത്തഖ എന്ന പ്രയോഗത്തെ മലയാളത്തിൽ പറയുമ്പോഴുള്ള ഒരു ആശയക്കുഴപ്പമായിരിക്കും അത്. യഥാർത്ഥത്തിൽ ഒട്ടുന്നത് എന്നല്ല, അത് ഒരു പിണ്ഡം എന്നാണ്. കാനത്ത റത്തഖ, ഒരൊറ്റയായിരുന്ന ഒരു സോളിഡ് എൻറ്റിറ്റി ആയിരുന്നു അത്. 2 സാധനം 3 സാധനങ്ങൾ എടുത്ത് പരസ്പരം ഒട്ടിച്ചു വെക്കുക എന്നുള്ള ഒരർത്ഥത്തിലല്ല, ഒറ്റയായി ഒരൊറ്റ സോളിഡ് എൻറ്റിറ്റിയായി നിലകൊള്ളുന്നു എന്നതാണ് ഖുർആൻ ഉപയോഗിച്ച വാക്ക് സൂചിപ്പിക്കുന്നത്. കാനത്ത റത്തഖ, ഒരൊറ്റ എൻറ്റിറ്റി ആയിരുന്നു. പിന്നീട് അതിനെ നാം പിളർക്കുകയാണ് ഉണ്ടായത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒട്ടാൻ ആകാശം ഒരു വസ്തുവാണോ എന്നാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. ആകാശവും ഭൂമിയും പരസ്പരം ഒട്ടി നിൽക്കാന്
ആകാശം ഒരു വസ്തുവല്ലല്ലോ എന്നതാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന കാര്യം. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ആകാശങ്ങളും ഭൂമിയും എന്ന പരാമർശം ഖുർആനില് ഈ പ്രപഞ്ചത്തെ ഒന്നാകെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഭൂമിയും അതുപോലെ ഉപരിലോകവും. ആ ഉപരിലോകത്തിൽ ഒന്നല്ല, കോടിക്കണക്കിന് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും കോസ്മിക് ബോഡീസ് ഉണ്ട്. അത് സൂര്യനെ പോലെയുള്ള എണ്ണമറ്റ നക്ഷത്രങ്ങള്, ഈ നക്ഷത്രങ്ങളെ ചുറ്റും കറങ്ങുന്ന ഗോളങ്ങള്, അങ്ങനെ അസംഖ്യം പ്രതിഭാസങ്ങൾ ആകാശത്തിലുണ്ട്. ഇതിനെ ഒന്നാകെ പരാമർശിക്കാൻ വേണ്ടിയാണ് സമാ എന്ന ഈ ഉപരിലോകം എന്ന പ്രയോഗം ഖുർആൻ നടത്തുന്നത്. അപ്പൊ ഇതൊക്കെയും തന്നെ ഒട്ടിച്ചേർന്ന് ഒരുമിച്ച് നിന്നിരുന്ന ഒറ്റ സോളിഡ് എൻറ്റിറ്റി ആയിരുന്നു എന്നാണ് ഖുർആൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതെങ്കിലും വിധത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അറബി ഭാഷയിലെ ഈ പ്രയോഗം മലയാളത്തില് പറയുമ്പോൾ ഉണ്ടാവുന്ന ആശയക്കുഴപ്പം മാത്രമാണ്. ആകാശം ശൂന്യതയല്ലേ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആകാശത്തിലാണ്, അല്ലെങ്കിൽ ഈ ഉപരിലോകത്താണ് ഈ സർവ്വവിധ ഗോളങ്ങളും ഉള്ളത്. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ വിശാലമായ വിഹായസ് എന്ന് പറയുന്ന ഈ പ്രതിഭാസം, അത് നമുക്ക് അങ്ങ് ഉയർന്നു പോയി തൊട്ട് നോക്കാനോ തലകൊണ്ട് മുട്ടി നോക്കാനോ പറ്റുന്ന ഒരു സംഗതിയല്ല ആകാശം എന്നത്. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഖുർആൻ അതിനെ പ്രയോഗിക്കുന്നത് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഉപരിലോകം, മനുഷ്യന്റെ പെർസ്പെക്റ്റീവിൽ ഭൂമിയിൽ നിന്ന് കാര്യങ്ങളെ കാണുന്ന രീതിയിലാണ് ഖുർആൻ അത് അവതരിപ്പിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും യുക്തിയുടെ ഒരു തലമുണ്ട്. കാരണം അത് ആകാശത്തുനിന്നോ ഉപരിലോകത്തുനിന്നോ കീഴോട്ട് നോക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ചയുടെ രീതിയിൽ അതിനെ വിവരിക്കുകയാണെങ്കിൽ അത് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. മനുഷ്യന്റെ ഭാഷ അതിന് മതിയായതാവുകയുമില്ല. അതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കുന്ന മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാഷയിലാണ് ഈ കാര്യങ്ങൾ വിവരിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. ഭൂമി കേന്ദ്രീകൃതമായ ഒരു കാഴ്ചപ്പാടാണ് ലോകസ്രഷ്ടാവായ അള്ളാഹുവിന്റെ വചനങ്ങളിൽ കാണുന്നത്. ഭൂമിയുടെ വിളക്ക് എന്ന താഴ്ന്ന പ്രാധാന്യം മാത്രമാണ് ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് വലിപ്പമുള്ള സൂര്യന് പോലും നൽകിയിരിക്കുന്നത്. ശാസ്ത്രം പുരോഗമിച്ചതിന് മുമ്പ് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ വിചാരങ്ങൾ അല്ലേ വിശുദ്ധ ഖുർആനിൽ കാണുന്നത് എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും വളരെ കൃത്യമായ ഒരു വിലയിരുത്തലാണ് SK ഇവിടെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നടത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ് അതിനെ നോക്കി കണ്ടിട്ടുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്നതാണ് അടുത്ത വിഷയം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്കും ബോധ്യപ്പെടും. 1450 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ച വിശുദ്ധ ഖുർആനിൽ മനുഷ്യ സമൂഹം പിൽക്കാലത്ത് കൈവരിച്ച ശാസ്ത്രീയമായ കാര്യങ്ങൾ, ശാസ്ത്രീയമായ അറിവുകളും സാങ്കേതിക വിദ്യ കൊണ്ട് മനുഷ്യന് ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള സാധ്യതകളും ഒക്കെ ഇത് ഒരു പശ്ചാത്തലമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ എന്തൊക്കെ ശാസ്ത്ര മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തിയാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തെ വീക്ഷിക്കാൻ ഭൂമിയിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരു രീതി മാത്രമേ മനുഷ്യന്റെ ബോധമണ്ഡലത്തിന് സ്വീകാര്യമാവുകയുള്ളൂ. ആകാശത്ത് നിന്നോ ബാഹ്യഗോളങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ ഭൂമിയെയോ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലേക്കോ ഒക്കെ നോക്കിയിട്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിരീക്ഷണം നടത്തുന്നത് മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇന്നും നമ്മളുടെ 2024 പുറത്തിറങ്ങിയ സാഹിത്യകൃതികളൊന്ന് വായിച്ചു നോക്കൂ. അതില് ഈ ഭൂമിയിൽ നിന്ന് ബാഹ്യലോകത്തേക്ക് നോക്കുന്ന വിധത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മലക്കുകൾക്ക് വേണ്ടിയല്ല. ആകാശലോകത്ത് ജീവിക്കുന്ന സൃഷ്ടികളുണ്ടെങ്കിൽ അവയ്ക്ക് വേണ്ടിയല്ല. അള്ളാഹുവിന്റെ നിരന്തരമായ സേവനത്തിന് സന്നദ്ധരായി ചുറ്റും നിലകൊള്ളുന്ന, കൽപ്പിച്ചതെന്തും നടപ്പിലാക്കാൻ യാതൊരു മടിയുമില്ലാതെ നിലകൊള്ളുന്ന സേവകരായ മാലാഖമാർക്ക് വേണ്ടി ഇറങ്ങിയതല്ല.
അതുപോലെ ബാഹ്യ ലോകത്തുള്ള ആർക്കും വേണ്ടി ഇറങ്ങിയതല്ല, മനുഷ്യന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ്. മനുഷ്യർ ജീവിക്കുന്നത് ഭൂമുഖത്താണ്. ഭൂമിയുമായി തട്ടിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യന്റെ ചിന്തയും ഭാവനയും ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ബോധം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വിവരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിർവഹിക്കുന്നത്. ഇത് മറ്റൊരു സാധ്യത ഇമ്പോസിബിൾ ആണ് എന്നത് ഈ ഭൂമിയിലെ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ മറ്റൊരു സാധ്യത അസാധ്യമാണ്. അത് നിർവഹിക്കാൻ ആരെങ്കിലും മുതിർന്നാൽ തന്നെ അത് ഉൾക്കൊള്ളാൻ മനുഷ്യഭാവനയില് അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അത് തീർത്തും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്യമായ, അദൃശ്യമായ, മറഞ്ഞു കിടക്കുന്ന ഒരു ലോകത്തിന്റെ വീക്ഷണ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് മനുഷ്യ ഭാവനയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യനിലേക്ക് ഒരു സന്ദേശം എന്നുള്ള നിലക്ക് നൽകപ്പെടുന്ന വിശുദ്ധ ഖുർആന്റെ ഒരു 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 വീക്ഷണകോണ് അല്ലെങ്കിൽ ഒരു പരിപ്രേക്ഷ്യം അങ്ങനെയേ ആവുകയുള്ളൂ. അതിന് മറിച്ചൊരു സാധ്യത സങ്കല്പിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയും അതുപോലെ ഒരു മുടന്തൻ ന്യായങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയും ഒക്കെ ഉപകരിക്കും എന്നതല്ലാതെ പ്രായോഗികമായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നതാണ് വസ്തുത. നിങ്ങൾ അത് സംബന്ധമായിട്ട് ഒന്ന് പരിശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. മനുഷ്യൻ തീർത്തും അവന്റെ ബോധമണ്ഡലത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ട പോലെയാണ് അവന് അങ്ങനെയുള്ള ഒരു വിവരണം ഉണ്ടാവുകയാണെങ്കിൽ തോന്നുക. അപ്പോ ഭൂമി കേന്ദ്രീകൃതമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഉണ്ടാവുക. അതിന്റെ അർത്ഥം ഏതെങ്കിലും പ്രകൃതിപരമായ പ്രതിഭാസങ്ങളോടോ ശാസ്ത്ര സത്യങ്ങളോടോ അതിന് സംഘർഷമുണ്ട് എന്നല്ല. ഒരു കാര്യവും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല യാഥാർത്ഥ്യങ്ങളോട്, വസ്തുതകളോട് ഇടഞ്ഞു നിൽക്കുന്നതായിട്ട്. ഇവിടെ ഭൂമി കേന്ദ്രമായത് മനുഷ്യന്റെ ആവാസ കേന്ദ്രം ഭൂമി ആയതുകൊണ്ട് ആ പെർസ്പെക്റ്റീവിലെ അത് കാര്യങ്ങൾ പറയാൻ പറ്റൂ എന്നതുകൊണ്ടാണ്. ഇനി സൂര്യന്റെ വലിപ്പവും സൂര്യന്റെ പ്രാധാന്യവുമാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ എവിടെയും തന്നെ സൂര്യൻ ഭൂമിയേക്കാൾ പ്രാധാന്യം കുറഞ്ഞതായിട്ട് കാണിക്കുന്നില്ല. ഭൂമിക്ക് ഒരു വെളിച്ചത്തിന്റെ സ്രോതസ്സും ഊർജത്തിന്റെ സ്രോതസ്സും ഒക്കെ ആയിട്ട് സൂര്യനെ സംവിധാനിച്ചിരിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതിനർത്ഥം സൂര്യന് വേറെ ഫങ്ഷൻ ഒന്നും ഇല്ല എന്നല്ല. ആരാണ് അങ്ങനെ പറയാൻ മുതിരുന്നത്? അങ്ങനെ സൂര്യന്റെ ഊർജത്തിനോ സൂര്യന്റെ വലിപ്പത്തിനോ വേറെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ലാത്ത ഫങ്ഷൻസ് ഒന്നുമില്ല എന്ന് സങ്കല്പിക്കുന്നത് അടിസ്ഥാനരഹിതമാണ്. നമുക്ക് അതിന് വേണ്ട വസ്തുതകളൊന്നും നമ്മുടെ കയ്യിലില്ല. ശാസ്ത്രീയമായ വസ്തുതകളും ഇല്ല, ഖുർആൻ പറയുന്ന വസ്തുതകളും ഇല്ല. അതുകൊണ്ട് സൂര്യന് നമ്മുടെ ഭാവനയിലോ ചിന്തയിലോ ഒന്നും ഉടലെടുത്തിട്ടില്ലാത്ത പല ഫങ്ഷൻസും ഉണ്ടാകാം. ആ ഉണ്ടാവുന്നതിന് ഖുർആൻ ഒരിക്കലും തന്നെ എതിരല്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂര്യനെ മനസ്സിലാക്കുമ്പോൾ അതിനുള്ള സാധ്യത ഖുർആൻ വരച്ചു കാണിക്കുന്ന വിധത്തിലുള്ള മാത്രമാണ്. ഓരോ സമൂഹത്തോടും അവരുടെ ബുദ്ധിപരമായ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. അലാ ഖദ്രി ഉഖൂലിഹിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ പറയുന്നത് കാണാൻ കഴിയും. ജനങ്ങളോട് സംസാരിക്കേണ്ടത് അവരുടെ ബുദ്ധിപരമായ കഴിവുകൾ പരിഗണിച്ചുകൊണ്ടാണ്. മനുഷ്യന്റെ ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ല അവരോട് സംസാരിക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള വിവരണം ഖുർആനില് അവന് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഇമേജസ് മുൻനിർത്തിക്കൊണ്ട് നിർവഹിക്കപ്പെടുന്നത് കാണാൻ പറ്റുന്നത്. സ്വർഗത്തിലെ തോട്ടങ്ങളെ കുറിച്ച്, ഉദ്യാനങ്ങളെ കുറിച്ച്, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്നതിനെ കുറിച്ച്, അതുപോലെ അവിടെയുള്ള ആകർഷകമായ ഭക്ഷ്യവിഭവങ്ങളെ കുറിച്ച്, അവിടെ മനുഷ്യന് ലഭ്യമാവുന്ന പാനീയങ്ങളെ കുറിച്ച്, അവന് മനസ്സിനെ അങ്ങേയറ്റം ആനന്ദിപ്പിക്കുന്ന വിധത്തിലുള്ള ഇണകളെ കുറിച്ച് ഒക്കെ ഖുർആൻ പരാമർശിക്കുന്നത് മനുഷ്യന്റെ ഭാവനയിലും ചിന്തയിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക എന്ന സ്വാഭാവികതയെ പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ടാണ്.
ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഖുർആൻ പറയാതെ വെക്കുകയാണ്. എന്നിട്ട് പൊതുവായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തുകയാണ്. വലഹുമായ യസ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്നതൊക്കെയും അവിടെ ഉണ്ട്. വലഹുമായ യദ്ദഊൻ, അവർ ചോദിക്കുന്നതൊക്കെയും അവർക്ക് അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഒരു അതിന് ഒരു പൊതു പ്രസ്താവന നടത്തിയിട്ട് അള്ളാഹു അവസാനിപ്പിക്കുന്നത് കാണാൻ പറ്റും. അതിന്റെ കാരണം അവിടെയുള്ള സ്വർഗത്തിലും നരകത്തിലുമുള്ള കാര്യങ്ങള് അതിന്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി വിവരിക്കുകയാണെങ്കിൽ അത് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റൂല, മനുഷ്യൻ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുകയും ഇല്ല. പക്ഷെ മനുഷ്യന് ഏത് എഡ്യൂക്കേഷണൽ പ്രൊസീജിയറിന്റെയും ഒരു മെത്തഡോളജി എന്ന് പറയാവുന്ന ഒരു സംഗതി അറിയുന്നത് വെച്ച് തുടങ്ങുക എന്നതാണ്. ഏത് വിദ്യാഭ്യാസ പ്രക്രിയയിലും നമുക്ക് കാണാൻ കഴിയാതാണ്. നിങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകർ തുടങ്ങുന്നത് കാണാൻ കഴിയും. നിങ്ങൾ പഠിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ കഴിയും. ഇതല്ലാതെ ഒരു അടിത്തറയും ഇല്ലാത്ത ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് ഒന്നും പഠിപ്പിക്കാനോ ഒന്നും പറഞ്ഞു കൊടുക്കാനോ സാധിക്കില്ല. അത് മനുഷ്യന്റെ ചിന്താപരമായ ഭാവനാപരമായ ഒരു പരിമിതിയാണ്. അതുകൊണ്ട് മനുഷ്യന് പരിചയമുള്ള അറിയുന്ന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് വിവരണം എപ്പോഴും ഉണ്ടാവുക. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. മറ്റൊന്ന് SK തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഖുർആന് എത്രയോ കാലം മുമ്പ് ദശാവതാരങ്ങൾ ഈ രാജ്യത്ത് പ്രചാരത്തിലുണ്ട്. അതിൽ ഈശ്വരന്റെ ആദ്യ അവതാരമായ മത്സ്യാവതാരം ജലത്തിലല്ലേ ഉത്ഭവിക്കുന്നത് എന്നതാണ്. അങ്ങനെ ധാരാളം അബദ്ധങ്ങള് ഭാരതീയ ചിന്തകളിലും അതുപോലെ ഐതിഹ്യങ്ങളിലും ഒക്കെ കാണാം. ദൈവത്തിന് അവതാരങ്ങളുണ്ട്, മത്സ്യമായിട്ട് അവതരിച്ചിട്ടുണ്ട് എന്നതൊക്കെ. ഇത് എന്താണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ജലത്തിലാണ് മത്സ്യാവതാരത്തിന് ഇടമുള്ളത് എങ്കിൽ അതുകൊണ്ട് എന്താ പ്രശ്നം? ഞാൻ സൂചിപ്പിച്ചത് ഖുർആനിൽ പറഞ്ഞ കാര്യം വെള്ളത്തിൽ നിന്നാണ് ജീവന്റെ ഉത്ഭവം എന്നതാണ്. ഖുർആൻ പറയുന്ന കാര്യം അതാണ്. ജീവനുള്ള സകലതും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഖുർആൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതും മത്സ്യാവതാരം എന്ന നിലക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഒരു കഥ, അത് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു സാങ്കല്പികമായ ഒരു ഭാവനയുടെ സൃഷ്ടി മാത്രമാണ്. ദൈവത്തിന് അങ്ങനെ ഒരു അവതാരവും ഇല്ല. ദൈവം മാത്രമാണ്. മനുഷ്യനായി പോലും ദൈവം അവതരിക്കില്ല. മനുഷ്യൻ ഭൂമുഖത്ത് വരുന്നത് മനുഷ്യനായിട്ടാണ്, ദൈവമായിട്ടല്ല. അല്ലെങ്കിൽ ദൈവം ഒരിക്കലും തന്നെ മനുഷ്യനായിട്ട് അവതരിക്കുകയില്ല എന്നതാണ് വിശുദ്ധ ഖുർആന്റെ അതിസംബന്ധമായിട്ടുള്ള കാഴ്ചപ്പാട്. അപ്പോ ജലത്തില് ഉത്ഭവിച്ചു എന്ന് പറയുന്ന മത്സ്യാവതാരം അത് എന്താണ് സൂചിപ്പിക്കുന്നത്? ദൈവം മത്സ്യത്തിന്റെ രൂപത്തിൽ വന്നു എന്നോ? അവിടെ എവിടെയാണ് ജലത്തിൽ നിന്നാണ് ജീവന്റെ ഉത്ഭവം എന്നത് സൂചിപ്പിക്കപ്പെടുന്നത്? ഖുർആനിൽ മാത്രമാണ് ആ ആശയം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ് എന്നത്. അത് ശാസ്ത്രം പിൽക്കാലത്ത് എത്തിച്ചേർന്ന ധാരണ കൂടിയാണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. മത്സ്യാവതാരമായിട്ട് ദൈവം വരുന്നത് അത് ഇന്നും ഒരു കെട്ടുകഥയാണ്, ഇന്നും ഒരു സാങ്കല്പികമായ കഥ മാത്രമാണ് എന്നത് അത് സംബന്ധമായി യുക്തിപൂർവകമായ ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ബോധ്യപ്പെടും. ദൈവത്തിന് അവതാരങ്ങളെ ഇല്ല. അങ്ങനെയുള്ള അവതാരങ്ങള് ആയിട്ട് രംഗത്ത് വരിക എന്നത് ദൈവത്തിന്റെ ഒരു രീതിയുമല്ല എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യമാണ്, മനുഷ്യർക്ക് അതിശയകരമായി അന്ന് തോന്നിയിരുന്ന കാര്യങ്ങൾ ഉദ്ധരിച്ച് അവയുടെ ഉടമസ്ഥത സ്വയം ഏറ്റെടുത്ത് അതിന്റെ പേരിൽ ജനങ്ങളെ വിധേയരാക്കാൻ ശ്രമിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഉയർത്താൻ കഴിയുന്ന അടിസ്ഥാനമില്ലാത്ത അവകാശവാദം മാത്രമല്ലേ എന്നതാണ് ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യം. മനുഷ്യർക്ക് അതിശയകരമായ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവയുടെ ഉടമസ്ഥത സ്വയം അവകാശപ്പെടുന്നത്, ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ നേരത്തെ ഉന്നയിച്ച ചോദ്യത്തിലല്ലേ ഉള്ളത്? ഒന്നാലോചിച്ച് നോക്കൂ. മത്സ്യാവതാരം എന്നത് ജനങ്ങൾക്ക് അതിശയകരമായി തോന്നുന്ന ഒരു കാര്യം, എന്നിട്ട് അതിന്റെ പേരിൽ ദൈവത്തിന്റെ അവതാരമാണ് എന്ന് അവകാശപ്പെടുക. അതുപോലെ മത്സ്യകന്യക എന്നൊക്കെ പറയുന്ന ആശയങ്ങളൊക്കെ മനുഷ്യന് അത്ഭുതകരമായി തോന്നുന്ന കാര്യങ്ങളാണല്ലോ. എന്നിട്ട് അതിന്റെ ഉടമസ്ഥത അവകാശപ്പെടുക. ഇത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അല്ലാതെ
ഈ പ്രതിഭാസങ്ങളുടെ ഉടമസ്ഥത അവകാശപ്പെടാൻ വേറെ എല്ലാവർക്കും സാധിക്കുന്നതാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ആരെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ? ലോകത്ത് മനുഷ്യർക്കിടയിൽ ദൈവം എന്ന വിധത്തില്, ദേവൻ എന്ന നിലക്ക്, ദേവത എന്നുള്ള നിലക്കൊക്കെ പൂജിക്കപ്പെടുന്ന ഒരുപാട് പ്രതിഭാസങ്ങൾ ഉണ്ടല്ലോ പല സംസ്കൃതികളിലായിട്ട്. ആരെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ? അവകാശപ്പെട്ടിട്ടില്ല എന്നതിന്റെ സൂചന എന്താണ്? അവർക്കൊന്നും അത് അവകാശപ്പെടാൻ സാധ്യമല്ല എന്നതാണ്. മനുഷ്യർ പോലും ഇങ്ങനെയുള്ള ചില വിടുവായുത്തങ്ങൾ പറയാറുണ്ട്. പക്ഷെ മനുഷ്യർ പോലും, മനുഷ്യരുടെ കൂട്ടത്തിലെ ചില അധികായന്മാരായിട്ട് സ്വയം എളിഞ്ഞു നിന്ന ആളുകൾ പോലും ഇങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. കാരണം അത് കേൾക്കുമ്പോഴേക്ക് ആളുകൾക്ക് ചിരി വരും എന്നതുകൊണ്ടാണ്. ഈ കാര്യം പ്രപഞ്ചത്തിന്റെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിലെ സകല പ്രതിഭാസങ്ങളുടെയും ഉടമസ്ഥത തനിക്കാണ് എന്ന് അവകാശപ്പെട്ട ഒരേ ഒരു ശക്തി, അത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ്. അത് വേദങ്ങളിലൂടെയാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ വേദങ്ങളിലും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഈ അവകാശം ഉന്നയിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും തെളിമയോടുകൂടി ആ അവകാശം ഉന്നയിക്കപ്പെട്ടത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോ ആർക്ക് വേണമെങ്കിലും ഇത്തരം അവകാശം ഉയർത്താൻ കഴിയുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ആരും ഇങ്ങനെ ഒരു അവകാശം ഉയർത്തിയിട്ടില്ല. കാരണം വ്യാജ ദൈവങ്ങൾക്ക് അങ്ങനെ ഉയർത്താൻ, ഒന്നാമത് അവര് അത്തരം അവകാശം ഉയർത്തുക എന്ന് പറഞ്ഞാൽ അവരെ പൊക്കിക്കൊണ്ടുവരുന്ന മനുഷ്യരാണ് അത് ഉയർത്തുക. അങ്ങനെ ഉയർത്താൻ, അവകാശവാദം ഉയർത്താൻ മാത്രമുള്ള അങ്ങനെ പരിഹസിക്കപ്പെടുന്നതിന് ഒരു പക്ഷേ അങ്ങനെയുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ടുവന്ന മനുഷ്യർക്ക് അത്തരം പരിഹാസങ്ങൾക്ക് കൂടി ഇരയാകാൻ ഉള്ള തൊലിക്കെട്ടി ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവും അവരാരും ഉന്നയിക്കാതിരുന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം SK തന്നെ ഉന്നയിച്ചതാണ്. ഭൂഖണ്ഡങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അല്ലേ പർവ്വതങ്ങൾ ഉയർന്നു വരുന്നത്? അത് ഭൂമിയുടെ ബാലൻസ് നിലനിർത്താൻ സ്ഥാപിച്ചതാണ് എന്ന് പറയുന്നത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഈ ചോദ്യം ഉന്നയിച്ച SKക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ വളരെ പരിമിതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാസ്ത്രലോകം ഈ ഭൂമിയുടെ ഫോർമേഷന് കാരണമായിട്ടുള്ള ഈ പ്ലേറ്റ്സ്, ഈ ജിയോളജിക്കൽ പ്ലേറ്റ്സോ അങ്ങനെ എന്തോ പറയാറുണ്ട് അവര്, ഭൗമ പ്രതലങ്ങൾ, അത് പരസ്പരം കൂട്ടിയിടിച്ചിട്ട് അതിന് അങ്ങ് പൊങ്ങി വന്നതാണ് ഈ പർവ്വതങ്ങൾ എന്ന വിധത്തിൽ പറയാറുള്ളത്. യഥാർത്ഥത്തില് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടല്ലോ ഖുർആനില്, ആകാശങ്ങളും ഭൂമിയും ഒരൊറ്റ സോളിഡ് എൻറ്റിറ്റി ആയിരുന്നു, പിന്നീട് നാം അതിനെ വേർപെടുത്തിയതാണെന്ന്. ആ വേർപെടുത്തിയ പ്രക്രിയയിൽ ഒരുപക്ഷെ അങ്ങനെ ഈ ജിയോളജിക്കൽ പ്ലേറ്റ്സ് പരസ്പരം കൂട്ടിമുട്ടിയിട്ട് അങ്ങനെ ഉയരുന്ന വിധത്തിലൊക്കെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നിരിക്കാം. കാരണം അതിന്റെ ഫോർമേഷൻ അന്ന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ വേർപെടൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിരുന്നിരിക്കാം. ശാസ്ത്രത്തിന് അങ്ങനെ ഒരു അനുമാനമുണ്ട് അത് സംബന്ധമായിട്ട്. അതില് ഖുർആൻ അതിനെതിരൊന്നുമല്ല. അതേ സമയത്ത് എന്തിനു വേണ്ടി അങ്ങനെ ഒരു കൂട്ടിമുട്ടലും അതിൽ നിന്ന് പർവ്വത സമാനമായ ഒരു ഉയർച്ച ഉണ്ടായി വന്നു എന്നതുമൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നത് അതിനെക്കുറിച്ചാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പർവ്വതങ്ങളെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ്. ഈ പ്രപഞ്ച സംവിധാനത്തിൽ അള്ളാഹു ഭൂമി, അതിന്റെ മേല് നിർമ്മിക്കപ്പെടാൻ പോകുന്ന ഒരുപാട് നിർമ്മിതികളെ ഒക്കെ ആയിട്ട്, അതിന്റെ മേല് പലതും നിർമ്മിക്കപ്പെടാൻ പോകുന്നുണ്ട്. അതിന്റെ മുകളില് സഞ്ചാരം നിരന്തരം നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾക്ക് വേണ്ടി ഭൂമിയെ സ്റ്റേബിളായി പ്രത്യേക ഒരു ആംഗിളില് പോയിസ്ഡ് ആയിട്ട് നിർത്തുക എന്നത് അള്ളാഹുവിന്റെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി ബാലൻസ് ചെയ്യുന്ന വിധത്തിലാണ് പർവ്വതങ്ങളെ അവൻ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഖുർആൻ പറയുന്നത്. ഈ ഒരു കാര്യം ശാസ്ത്രീയമായിട്ടും അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് SKക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ്. അത് വിശ്വസിക്കാൻ നിങ്ങൾ കൂട്ടാക്കുന്നില്ലെങ്കിൽ, ഖുർആൻ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളെയും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അപ്പോ മറ്റൊരു ചോദ്യം അബ്ദുൾ റസാഖ് എഞ്ചിനീയർ, അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചുകൊണ്ടൊരു റെസ്പോൺസ് കൊടുത്തതാണ്. മൗണ്ടൻസ് ആർ ഇന്റഗ്രൽ ടു മെയിൻറ്റെയിൻ
to maintaining ecological balance and supporting human life and activities. പർവ്വതങ്ങളെ ഈ പാരിസ്ഥിതികമായ സന്തുലിതത്വത്തിന് ഏറ്റവും അനിവാര്യമായ സംഗതികളാണ്. മനുഷ്യന്റെ നിലനിൽപ്പിനും അവനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കുമൊക്കെ പർവ്വതങ്ങള് വളരെ ആവശ്യവുമാണ് എന്ന വിധത്തിലുള്ള ശാസ്ത്രീയമായ നിഗമനങ്ങളാണ് അബ്ദുൾ റസാഖ് എഞ്ചിനീയർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് ശരിയാണത്. പർവ്വതങ്ങളിലാണ് മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പല വിഭവങ്ങളും ലഭ്യമാവുന്നത്. തേൻ ഉൾപ്പെടെയുള്ള മനുഷ്യന് വളരെ അടിസ്ഥാനപരമായി ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പർവ്വതങ്ങളിലാണ്. അങ്ങനെ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് ഹെർബൽ മെഡിസിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം. ചില ഔഷധ സസ്യങ്ങളൊക്കെ അങ്ങനെയുള്ള വലിയ പർവ്വത പ്രദേശങ്ങളിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് അതിലേക്ക് പോകുമ്പോൾ കണ്ടെത്താൻ സാധിക്കും. തീർച്ചയായിട്ടും പർവ്വതങ്ങൾ സ്വദേശപരമായിട്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നതിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടതില്ല എന്നതാണ് വസ്തുത. ഒരു അവസാനത്തെ ചോദ്യം കൂടി പരിഗണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അത് ഹമീദ് മേത്രാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനായതുകൊണ്ട് ശുപാർശ എന്നത് അള്ളാഹുവിന്റെ എല്ലാം അറിയുന്നവൻ, കരുണയുള്ളവൻ എന്ന അസ്തിത്വത്തെ തകർക്കുന്നതാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തില് ശഫാഅത്ത് എന്താണ്, ശുപാർശ എന്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിലുള്ള വീഴ്ചകളാണിത്. അള്ളാഹുവിന് എല്ലാം അറിയും എന്നതിന്റെ ഒരു മറുവശം, നമ്മളിപ്പോ വലിയ കുറ്റവാളികളായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങി അള്ളാഹ്ക്ക് വളരെ പ്രിയപ്പെട്ടവനായി മാറാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അള്ളാഹ്ക്ക് അത് അറിയില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ് അർത്ഥം? അള്ളാഹ്ക്ക് ഇത് രണ്ടും അറിയാം. നമ്മൾ കുറ്റവാളിയായിട്ട് ജീവിച്ച കാര്യവും അറിയാം. ഒരു പ്രത്യേക ഘട്ടത്തിൽ ലൈഫിൽ ഒരു 90 ഡിഗ്രി ടേൺ ഉണ്ടാവുകയും നമ്മൾ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി അവൻ ഏറ്റവും തൃപ്തിയുള്ള ഒരു ദാസനായിട്ട് മാറും എന്ന കാര്യവും അള്ളാഹുവിന് നേരത്തെ തന്നെ അറിയാം എന്നതാണ് അത് സംബന്ധമായിട്ടുള്ള വസ്തുത. ശഫാഅത്ത് എന്നത് ഒരിക്കലും തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും നീതിയോ കാരുണ്യമോ നിഷേധിക്കപ്പെടുന്നതിനുള്ള തെളിവല്ല. അള്ളാഹുവിന്റെ കാരുണ്യവും നീതിയും നടപ്പിലാക്കപ്പെടുന്നതിന് അള്ളാഹു സ്വീകരിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണത്. ഇപ്പൊ കോടതിയിൽ വിചാരണ നടക്കുന്ന ഒരു സംഗതി ആലോചിക്കുക. സുപ്രീം കോടതി ജഡ്ജിന് നന്നായിട്ട് അറിയാം തന്റെ മുന്നിൽ വരുന്ന ഒരു വിഷയം, അതിന്റെ വസ്തുത എന്താണ് എന്നത് അയാൾക്ക് വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അറിയാമെന്ന് വെക്കുക. എന്നാൽ പോലും അയാൾ നേരിട്ട് അതിൽ വിധി കൽപ്പിക്കാറില്ല. മറിച്ച് അവിടെ വിചാരണ നടക്കും, ക്രോസ് വിസ്താരം ഉണ്ടാകും, അതില് കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധത്തിൽ വെളിപ്പെടുത്തപ്പെടും. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിധി കൽപ്പിക്കുക. അത് അതിന്റെ പ്രക്രിയയാണ്. സുപ്രീം കോടതി ജഡ്ജി എന്തിനാണ് എനിക്കറിയുന്ന ഒരു കാര്യം എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ വാദി പ്രതിവാദം വക്കീലുമാര് രംഗത്ത് വന്നിട്ട് ഒരുപാട് സമയം കളയുന്ന? എന്റെ സമയം വളരെ വിലപ്പെട്ടതാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ വീട്ടിൽ പോയിക്കോ, ഇതെനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാനൊരു വിധി കൽപ്പിക്കാം എന്ന് തീരുമാനിക്കുകയല്ല ചെയ്യുക സുപ്രീം കോടതി ജഡ്ജി. അത് അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിനും അള്ളാഹു നൽകുന്ന ഔദാര്യത്തിനും ഒക്കെ തന്നെ അത് ലഭ്യമാവുന്നതിന് അള്ളാഹു ഒരു പ്രക്രിയ വെക്കും. ഇപ്പോ നമ്മളെ കുട്ടിക്കാലത്ത് മരിച്ചുപോയ നമ്മളുടെ മക്കള്, അവര് സ്വർഗത്തിൽ അള്ളാഹുവിന്റെ സന്നിധിയില് വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ മാതാപിതാക്കൾക്ക് ശുപാർശകരായിട്ട് നിലകൊള്ളൂലേ? അങ്ങനെ ഹദീസുകളിൽ കാണാം നമുക്ക്. അപ്പൊ അതിൽ അടങ്ങിയിട്ടുള്ള ഒരു വൈകാരികതയുടെ ആശ്വസിപ്പിക്കലിന്റെ, ചേർത്ത് പിടിക്കലിന്റെ ഒരു തലമുണ്ട്. ആ പിഞ്ചു പൈതല് സ്വർഗത്തിൽ നിന്ന് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി അവര് തന്റെ കൂടെ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്ന വിധത്തില് അള്ളാഹുവിനോട് ആ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതൊരു നിമിത്തം മാത്രമാണ്. ആ വാപ്പായും ഉമ്മായും സ്വർഗത്തിലെത്തുന്നത് അവരുടെ കർമ്മങ്ങളുടെ ഫലമായിട്ട് മാത്രമാണ്. ഈ കുട്ടിയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ആവശ്യം, ആഗ്രഹം, ഇതൊക്കെ അതിനുള്ള ഒരു നിമിത്തം മാത്രമാണ് എന്നതാണ് വസ്തുത. ഒരാളും ശഫാഅത്ത് അർഹതയില്ലാത്തതിന്റെ പേരിൽ, അർഹതയില്ലാതെ ഒരാളും ശഫാഅത്ത് കിട്ടി സ്വർഗത്തിലെത്തൂല. അത് തീർച്ചയാണ്. അള്ളാഹു ആർക്ക് വേണ്ടിയെങ്കിലും ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ആരെയെങ്കിലും അനുവദിക്കുന്നുണ്ടെങ്കിൽ, ആർക്ക് വേണ്ടിയാണോ ശഫാഅത്ത് നിർവഹിക്കപ്പെടുന്നത് അയാൾ അതിന് അർഹതയുള്ളവനായിരിക്കും.
ആയിരിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ വ്യവസ്ഥ. മലക്കുകളാണ്, പ്രവാചകന്മാരാണ്, സ്വാലിഹികളാണ്, ശുഹദാക്കളാണ്, ഈ മരിച്ചുപോയ പിഞ്ചു ബാല്യത്തിൽ തന്നെ മരിച്ചുപോയ മക്കളാണ്. ആരാണ് റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുന്നതെങ്കിൽ പോലും അത് അർഹതയുള്ളവർക്ക് മാത്രമേ അതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. അർഹതയുള്ളവര് ഇത്തരം ശഫാഅത്തുകൾ ഇല്ലെങ്കിൽ തന്നെയും അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ നീതിയോടെ കൂടിയുള്ള നടപടിയും ഏറ്റുവാങ്ങും. അതിൽ സംശയമൊന്നുമില്ല. ഇത് ഒരു പ്രക്രിയയാണ്, ഒരു പ്രൊസീജിയറാണ് എന്നത് കാണാൻ കഴിയും. അള്ളാഹു ചില കാര്യങ്ങൾക്ക് ചില നിമിത്തങ്ങൾ വെച്ചിട്ടുണ്ടാവും. ആ നിമിത്തം ഇപ്പൊ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മാവില് മാമ്പഴം ഉണ്ടായി അത് പഴുത്ത് പാകമായി വന്നിട്ട് നമ്മള് അതിന്റെ മുകളിൽ കയറിയോ തോട്ടിയെടുത്തോ അത് തട്ടിയിട്ട് അത് മുറിച്ച് കഴിക്കുന്നു. ഇത് അള്ളാഹു വെച്ച ഒരു സംവിധാനമാണ്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ നല്ല പഴുത്ത് പാകമായ ഒരു മാമ്പഴം പ്ലേറ്റിൽ മുറിച്ച് റെഡിയാക്കിയിട്ട് നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു മാന്ത്രികൻ ചെയ്യുന്ന പോലെ അങ്ങ് കൊണ്ടുവന്നിട്ട് തരാമല്ലോ. അതല്ലല്ലോ അള്ളാഹ് ചെയ്യുന്നത്. അള്ളാഹ് വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയാണിത്. ആ വ്യവസ്ഥ അള്ളാഹുവിന്റെ ചോയ്സ് ആണ്. അതേപോലെ തന്നെയാണ് ഈ ശഫാഅത്തിന്റെ കാര്യം. ചിലർക്ക് ശഫാഅത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത് കൊണ്ട്, സ്വാലിഹുകളുടെ ശഫാഅത്ത് കൊണ്ട്, അതുപോലെ ശുഹദാക്കളുടെ ശഫാഅത്ത് കൊണ്ടൊക്കെ ചില പ്രയോജനങ്ങൾ ഉണ്ടാവും. അത് അള്ളാഹ് വെച്ചൊരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് അത് പ്രവർത്തനക്ഷമമാവുന്ന ഒരിക്കലും തന്നെ അനർഹരുടെ കാര്യത്തിലാവുകയില്ല. അത് നമ്മൾ ശഫാഅത്തിന് മനസ്സിലാക്കുന്നതിൽ സംഭവിക്കുന്ന ഒരു പിഴവ് കൊണ്ട് മാത്രമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.